എന്നൊക്കെ പറഞ്ഞ അയ്യോ ഓടിവായോ നീ അപ്പുറത്തെ വീട്ടുകാരെ കൊണ്ട് എന്ത് ശല്യോടാ. നീ അവന്ന് ശ്രദ്ധിക്കണ്ട പോവാനാ എടാ ഒന്നും വെച്ചാൽ നമുക്ക് ഇവിടെ ജീവിക്കൊന്നും വേണ്ടേ? ഏത് നേരം നോക്കി കഴിഞ്ഞാൽ ഒച്ചമേളമാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു വെള്ള പേപ്പർ പരാതി എഴുതിയിട്ട് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കും. എടാ പഞ്ചായത്ത് പ്രസിഡന്റ് വീടല്ലേ അത്, അവിടെ തന്നെ കൊണ്ട് പരാതി കൊടുക്കാൻ പറ്റും? എനിക്കിവിടെ പഠിച്ച് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അയ്യോ അരവിന്ദേ മക്കളെ ഓടിവാടാ. എടാ ഇവരെന്തിനാടാ എന്റെ പേര് വെച്ച് ഒച്ചുണ്ടായിക്കൊണ്ടിരിക്കണേ? നല്ല പരിചയമുള്ള സൗണ്ട് അവിടെ നല്ല തോന്നുന്നു. അമ്മയുടെ സൗണ്ടാണോ? അയ്യോ അരവിന്ദേ മക്കളെ ഓടിവാടാ. അയ്യോ ഓടിവാടാ. അയ്യോ അച്ഛൻ മിണ്ടുന്നില്ലടാ, അച്ഛൻ മിണ്ടുന്നില്ലടാ. അയ്യോ എനിക്ക് വയ്യേ അച്ഛൻ. ഇതിനാണ് എത്ര അങ്ങനെ ഒച്ചുണ്ടാക്കിയത്? അച്ഛനോട് ആൻസർ അറിയാലോ. അച്ഛനോട് അച്ഛാ ഓടിച്ചോടാ. അയ്യോ എന്നാ അച്ഛനെന്താ ഇവിടെ കിടക്കണേ? അമ്മയുടെ പിണങ്ങിയിരിക്കണോ? ആ ബോസില്ലാണ്ട് കിടക്കുമ്പോ എന്തൊരു മാന്യനാണല്ലേ. ഇതൊട്ട് അച്ഛന്റെ താടിക്കും തട്ട എണ്ണിക്കുന്ന മനുഷ്യൻ എണ്ണിക്കട്ടെ. നീ തട്ട്. ഇന്നലെ വരെ അച്ഛന്റെ താടിക്ക് തട്ട നിനക്കാരാണ് നിർബന്ധം. ഇന്നലെ ഒരു ആവശ്യം നമുക്ക് തട്ടാൻ വയ്യാത്തെ. ആസ് എ ഡോക്ടർ ബോധം കെട്ടി കിടക്കുന്ന ഒരാളെ നമ്മള് അങ്ങനെ തട്ടി ഉണർത്താൻ പാടില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അയാളെ മലർത്തി കിടത്തി അയാളുടെ കൈയും കാലും പൊക്കി വെച്ച് എന്നിട്ട് ഈ ബലമായിട്ട് വായ തുറന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇല്ല. അങ്ങനെ പ്രശ്നമാണോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ എടാ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രഥമ ശുശ്രൂഷകൾ ഉണ്ട്. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ചേട്ടൻ എപ്പോഴാ ഫ്രീ ആവുന്നത്? ഞാൻ ഫ്രീ ആണല്ലോ. എനിക്ക് ഇങ്ങനത്തെ കുറെ ടിപ്പുകൾ മസ്റ്റായിട്ട് പറഞ്ഞു തരണം. താല്പര്യമുണ്ട്. അത് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ മലന്ന് നടക്കുമല്ലേ? അതെന്തിനാ? ഷോ ചുമ്മാ മനുഷ്യന്മാരല്ലേ നിങ്ങൾക്ക് മനുഷ്യൻ പറ്റില്ല കാണിക്കാറ്. നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴാണ് MBBS പഠിത്തം? അച്ഛന് പോകുന്നു. MBBS അല്ല DHMS. എനിക്ക് വയ്യേ എന്റെ ദൈവമേ. മക്കളെ അച്ഛന്റെ ബോധം വരുത്തടാ. ഇല്ലാത്ത സാധനം ഒന്നും വരുത്താൻ എനിക്കറിയില്ല. ഇപ്പൊ തൽക്കാലം എഴുന്നേപ്പിക്കാനുള്ള പരിപാടി നോക്കാം. ഹലോ ഹലോ എടാ മക്കളെ വെള്ളം ഇല്ലടാ. വെള്ളമില്ല. എടാ നീ വെള്ളം കോരാൻ പോയില്ലേ? ഞാൻ വെള്ളം കോരാൻ ബക്കറ്റ് പോകാൻ മാവ് പെയ്തോണ്ടിരുന്നപ്പോഴല്ലേ അമ്മ വിളിച്ചേ. അയ്യോ ഇനിയിപ്പോ നീ അപ്പുറത്ത് പോയി വെള്ളം കൊണ്ടുവന്ന് വേണം ഇങ്ങനെ ബോധം വെക്കാൻ. എന്റെ മക്കളെ അച്ഛന് ബോധം ഇവിടെ കാണി ഇരിക്കട്ടെ. കുറച്ചേരം അമ്മയ്ക്ക് സമാധാനം കിട്ടും. അവിടുന്ന് അമ്മ വെള്ളമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? വെള്ളം പുളിശ്ശേരി ഇരിപ്പുണ്ട് മക്കളെ എടുക്കട്ടെ. പുളിശ്ശേരി മൂത്തൊഴിക്കണത്. അമ്മ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആലോചിച്ച് തിങ്ക്. മക്കളെ ഇച്ചിരി കരിങ്ങാലി വെള്ളം ഇരിപ്പുണ്ട്. അമ്മ കൊണ്ടുവരട്ടെ? അത് മതി, എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. ആ എടുക്ക്. കളയല്ലേ, ആകെ കുറച്ചല്ലേ കഴിക്കണേ. അതെ കണ്ണൂർന്ന് കണ്ണൂർന്ന് പിന്നെ ഹോമിയോപ്പതി വെറുതെ വിചാരിച്ചമ്മ. അച്ഛാ അച്ഛാ ഹലോ എന്താ പറ്റിയ? അതെ എന്താ പറ്റിയ? എന്നോട് മിണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു മക്കളെ അച്ഛൻ. പെട്ടെന്ന് എന്തോ കുറഞ്ഞു ഒറ്റ വീഴ്ചയാണ് വീണത്. ആ ഷുഗർ കുറഞ്ഞായിരിക്കും. മനസ്സിലായിരുന്നത് അതിന് അച്ഛന് ഷുഗർ ഇല്ലല്ലോ. പ്രഷർ കുറഞ്ഞായിരിക്കും. അന്നാ ചില ഉപ്പ് കൊടുത്താലോ? നിങ്ങൾ ഈ മടി ഇപ്പൊ കൊണ്ടുപോയി പഠിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. വാ തുറക്കോ. എന്തെങ്കിലും വ്യത്യാസം വരും. അച്ഛാ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കൊളസ്ട്രോൾ അല്ല അമ്മ. എന്താണ് കുറയണേന്ന് എന്തേലും പറഞ്ഞായിരുന്നാ? എന്തോ കുറഞ്ഞു എന്ന് പറഞ്ഞു. എന്താ കുറഞ്ഞു എന്ന് മാത്രം അച്ഛൻ പറഞ്ഞില്ല. അമ്മയ്ക്ക് അച്ഛനുള്ള സ്നേഹം കുറഞ്ഞ വല്ലതായിരിക്കും പറഞ്ഞു. പോടാ. എന്നാലേ നമുക്കൊരു കാര്യം ചെയ്യാം. അച്ഛനെ ആശുപത്രി കൊണ്ടുപോയാലോ? ആശുപത്രി കൊണ്ടുപോകും. പക്ഷെ ഞാൻ വരില്ല. അതല്ലേടാ അമ്മ, ഞാനൊരു ഹോമിയോ ഡോക്ടറാ. അച്ഛനെ കൊണ്ടൊരു അലോപ്പതി ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ പേരെന്താവും? അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. എന്റെ എത്തിക്സിന് തരാം. ആരോഗ്യം മുഴുവൻ ഭയങ്കര കൂടുതലാണല്ലോ വെയിറ്റ്.